എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക. നവംബർ മാസം 6-ാം തീയതി രാത്രി ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. വെളുപ്പാങ്കാല പുലർച്ചെ 12 മണി 2 കഴിഞ്ഞപ്പോൾ എൻ്റെ മുറിയിൽ മുട്ട് കേട്ടു. ഹലോ, ട്രോളി വിവാദത്തിൽ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയുടെ മൊഴിയെടുക്കുന്നു. കൊല്ലത്തെ വീട്ടിലെത്തിയാണ് പാലക്കാട് നിന്നുള്ള അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നത്. ഞങ്ങൾ നാടകക്കാരെ കഥയിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കുനിഷ്ട് വർക്ക് ചെയ്യും, പിന്നീട് അത് പ്രയോജനപ്പെടാറുണ്ട്. ഈ കുനിഷ്ട് പിന്നീട് നിനക്ക് മനസ്സിലായടാ. ബെല്ലടിച്ചതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളെല്ലാം നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. പുരുഷ പോലീസ് പ്രത്യേകിച്ചും മുഴുവൻ വസ്ത്രങ്ങൾ, ഞങ്ങളുടെ എല്ലാ വസ്ത്രങ്ങളും വലിച്ചിട്ട് പരിശോധിച്ചത് അങ്ങേയറ്റം നിയമവിരുദ്ധമായ തെറ്റാണ്. ഒരു നിമിഷം ഒന്ന് വസ്ത്രം മാറാൻ പോലും അനുവദിക്കാതെ ഏതാണ്ട് കൊള്ളക്കാരെയോ കള്ളന്മാരെയോ അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള മോഷ്ടാക്കളെയൊക്കെ പിടിക്കുന്നത് പോലെ ആ പാതിരാ റെയ്ഡ് സമൂഹത്തിൽ ഞങ്ങളുടെ അഭിമാനത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ ചിലപ്പോ വേണ്ടിവരും. ആ വക ചീപ്പ് നമ്പറിനൊന്നും ഞങ്ങളെ കിട്ടില്ല. CPM-ന്റെയും BJP-യുടെയും ആളുകൾ രാഷ്ട്രീയ വൈരാഗ്യം മുൻനിർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം അന്ന് തൊട്ട് അപമാനം ഇപ്പോഴും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ശബ്ദം കനിപ്പിച്ച് എന്താ നിങ്ങളുടെ ഉദ്ദേശം? അത്തരത്തിൽ പാതിരാ റെയ്ഡിന് ഇരയാകേണ്ടി വന്ന ഞങ്ങൾക്കുണ്ടാകുന്ന മാനസിക പ്രയാസം, ഞങ്ങൾ ആദ്യം ഞാൻ തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് തുറന്നു കൊടുത്തു. എന്താ നോക്കിക്കൊണ്ട് പോട്ടെ എന്ന് കാര്യം. ഞങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ വന്ന് കതവിൽ തട്ടി തുറന്ന് ഇടിച്ചു കയറി പരിശോധിക്കാനുള്ള യാതൊരു നിയമപരമായ ഉത്തരവാദിത്വവും അവകാശവും അധികാരവും പോലീസിനില്ല. അങ്ങനെ തലയാട്ടിയ പോലെ ക്രൂരമായ റെയ്ഡ് എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ റെയ്ഡ് നടത്താന്നൊക്കെ പറഞ്ഞ സ്ത്രീകളുടെ മുറിയിലൊക്കെ റെയ്ഡ് നടത്താന്ന് പറഞ്ഞ ഇത്ര മോശമായ പ്രതിച്ഛായ സൃഷ്ടിക്കാൻ രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഇത്രയും ക്രൂരത പാടുണ്ടോ? ഡീസന്റ് മാനോ ഇൻഡീസന്റ് വിഷയം ഇന്ന് ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ നാട്ടുകാരായ ഞങ്ങൾ ഇത് മൊഴി രേഖപ്പെടുത്തുന്നതിന് തൊട്ട് മുൻപായിരുന്നു ബിന്ദുകൃഷ്ണ പ്രതികരണം നൽകിയത്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രത്യേക കാര്യം ഇതാണ്: ആരോടെങ്കിലുമൊക്കെ രാഷ്ട്രീയ വൈരാഗ്യമുണ്ടെങ്കിൽ അത് ഇത്തരത്തിൽ കള്ളപ്പണക്കാരാക്കി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമമാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാക്കുന്നത്. അവർ പ്രധാനമായും പറയുന്ന ഒരു കാര്യം, ഈ കൃത്യമായ അറിയിപ്പില്ലാതെ വന്ന ആ രാത്രിയിൽ അവരെ അപമാനിക്കുന്ന രീതിയിൽ നടത്തിയ ആ ഒരു മൊഴി, അവിടുത്തെ പരിശോധന എന്ന് പറയുന്നത് അവർക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കി. ബിന്ദുകൃഷ്ണ അവസാനം പറഞ്ഞ കാര്യം ഇതാണ്: ഈ മൊഴി കൂടെ എടുത്തുകൊണ്ട് കേസ് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും പോലീസ് നടത്തുന്നത്. അതൊരു കാരണവശാലും അംഗീകരിക്കുകയല്ല എന്നാണ് പറയുന്നത്. അതൊക്കെ വേണം. ഞാൻ റബ്ബർ ഷീറ്റാക്കും.